judges, I mean, look at Ranjan Gogoi. രഞ്ജൻ ഗൊഗോയ്ക്ക് എതിരായിട്ട് സെക്ഷൽ ഹറാസ്മെന്റ് കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, രഞ്ജൻ ഗൊഗോയ് വാസ് വൺ ഓഫ് ദ ജഡ്ജസ് ഹൂ ആക്ച്വലി struck work because of Deepak Mishra's master of roster issue. അപ്പൊ ആ റോസ്റ്റർ ഇഷ്യൂല് എന്നിട്ട് ഇയാളെന്നെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഹി വാസ് എ റോസ്റ്റർ ട്രൈഡൻ. എന്നിട്ട് ആ സെക്ഷൽ ഹറാസ്മെന്റ് കേസ് വന്നപ്പോൾ he flouted every rule. He sat on the bench that heard the case, his own case, and then the case was settled. In return, he gave government its orders, and later he became a Rajya Sabha member. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഫ്രയൽറ്റീസിന് സർക്കാർ ഉപയോഗിക്കുന്ന ഇതിൽ ഒരു വലിയ പ്രശ്നമാണ്. ആൻഡ് ദെൻ ദർ ഇസ് നോ അതർ ചെക്ക് ഓൺ ദ ജുഡീഷ്യറി. ഇത് ഒരു വകയിൽ പറയുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാളും IAS ഓഫീസേഴ്സിനെക്കാളും ഒക്കെ എത്രയോ പവർഫുൾ ആണ് ജഡ്ജസ്. നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് I think they in a way അവര് ബാക്കിയുള്ള സെക്ടറിലും ഇന്റേണൽ കൺട്രോൾ മെക്കാനിസം വേണമെന്ന് പറയുന്നത്. പക്ഷെ ജുഡീഷ്യറി ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. എക്സാക്ട്ലി. ദേ വാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, റിസർവേഷൻ ജഡ്ജ്മെന്റ്സ് നോക്കും. They are very happy telling, lecturing the world how they are not diverse. പക്ഷെ ഇന്നും സുപ്രീം കോടതിയുടെ കംപ്ലീറ്റ് ചരിത്രത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര ദളിതരുണ്ടായിട്ടുണ്ട്, എത്ര ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നും പ്രീച്ച് ചെയ്യുന്നതിനോ. അപ്പൊ അതാണ് അതിലുള്ള ഇനിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLA-നെയോ MP-യെയോ ഒരു മന്ത്രിയോ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ അടുത്ത ഇലക്ഷൻ തോപ്പിക്കാം, അയാളെ ഇലക്ഷനിൽ തോപ്പിക്കാം. ഇയാൾ ജഡ്ജായി കഴിഞ്ഞാൽ ഇയാൾ റിട്ടയർഡ് ആവുന്നവരെ ഇയാളെ പുറത്തെ ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ ജഡ്ജാണെങ്കിൽ ഇയാളെ ഇംപീച്ച് ചെയ്യാൻ വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ കണ്ടാണല്ലോ അല്ലെ. അതാണ്. അപ്പം ഒന്ന് നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ബാർ കൗൺസിൽ ഇപ്പം അയോധ്യയുടെ പ്രശ്നത്തേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ബോബി? നമുക്ക് ഉപസംഹരിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ് ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ? എന്താണ് ഈ ജുഡീഷ്യറിയെ നേരെയാക്കാൻ എന്താണ് ഇത് നടക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഞാൻ രണ്ടും കൂടി ഉത്തരം പറയാം. ഒന്ന്, ജുഡീഷ്യറി മാത്രമല്ല, ദ ലീഗൽ പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് ദ ബാർ ആൻഡ് ദ ബെഞ്ച്. ഈ ബാർ ആൻഡ് ദ ബെഞ്ച് ശരിയാവണമെങ്കിൽ ഒന്ന്, ദർ ഷുഡ് ബി ഇൻട്രോസ്പെക്ഷൻ. ബാറും ബെഞ്ചും ഇത് എന്താ പറയുക, ഞങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ പറയാം, ഞങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആക്ച്വലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഏറ്റവും പിന്നോട്ട് ഞങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ക്രിമിനൽ കേസിലോ ഒരു സിവിൽ കേസിലോ, നിങ്ങൾ സിവിൽ വിടും, ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്രിമിനൽ കേസ് തീരാൻ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ 5 കൊല്ലം എടുക്കും വെച്ചു. ഈ 5 കൊല്ലം തീരാൻ അക്കോർഡിംഗ് ടു വാട്ട് കൈൻഡ് ഓഫ് ലോയർ, നിങ്ങളൊരു മിഡിൽ ക്ലാസ് ആളാണ്, 3 to 7 ലക്ഷം രൂപ വേണം, ബെയിലും എല്ലാം കൂടെ. ഇതല്ലാതെ നിങ്ങൾ പിന്നെ ഹൈക്കോടതി പോവുകയാണെങ്കിൽ ഇനിയൊരു 7 ലക്ഷം, പിന്നെ സുപ്രീം കോടതി പോവുകയാണെങ്കിൽ ഇനിയൊരു 30-40 ലക്ഷം. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ആൾക്ക് 50-60 ലക്ഷം ഫേസ് ചെയ്യാൻ പറ്റും. അത് ആക്സസ് ടു ജസ്റ്റിസ് ആണ്. ഇതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഞാൻ എന്താ ചെയ്യാന്നുള്ളതിലേക്ക് വരാം. ഇതിൻ്റെ ഒരു ഭയങ്കര ട്രാജഡി ഞാൻ പറയാം. ഇത് വലിയൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഏറ്റവും ആദ്യം വന്നത് സൗത്ത് ഏഷ്യയിലാണ്, ഇന്ത്യയിലാണ്. ഇതിൻ്റെ മെക്കോലയുടെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലാണ് ഇത് ആദ്യം ഫോർമലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയിലൊക്കെ മിറാണ്ട റൈറ്റ്സ് ഒക്കെ 1977 വരുന്നത്, 71. ഇത് 1860 ചില്ലറ മെക്കോലെ, ഐ തിങ്ക് മെക്കോലെ വാസ് ഇന്ത്യൻസിനോട് സ്നേഹം കൊണ്ടൊന്നുമില്ല കേട്ടോ. അയാൾ ഒരു ലോജിക്കൽ സാധനം ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. ആൻഡ് വാസ് ബ്രില്യൻറ്റ്. ആ സാധനത്തിലാണ് നമ്മളിപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഈ ഫ്രെയിം വർക്ക്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഐറോണിക്, അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവാതെ അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവാം.
അതാണ് ഇതിലുള്ള പ്രശ്നം, അതാണ് അതിൻ്റെ റിയാലിറ്റി. അതൊരു സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥയുടെ ഒരു ഭാഗമാണ് പല വക്കീലന്മാർക്കും പല ജഡ്ജന്മാർക്കും നിയമം അറിയില്ല. നിയമം അറിഞ്ഞാലും അവരെ ബയസസ് വെച്ചിട്ട് അവർ നിയമത്തിന് അവരുടെ ബയസസിൻ്റെ അല്ല, ദർ ആർ ഗുഡ് ജഡ്ജസ് ഹു നോ ദർ ബയസസ് ആൻഡ് ദെൻ ഹു റിയലൈസ് ദർ ബയസസ് ആൻഡ് ഡിസൈഡ്. ഇത് അവരെ ബയാസസിനെ കൺഫേം ചെയ്യാൻ വേണ്ടി ജഡ്ജ്മെന്റ് ചെയ്തത്. ദ ഫസ്റ്റ് പാർട്ട്, ആൻസർ ടു ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നതാണ്. ഇതിനാകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നാളത്തെ സർക്കാർ, I mean, as long as there is no, I'm presuming that we are living within a democratic space, and I'm presuming nobody is starting a revolution anywhere. അങ്ങനെയുള്ള ഒരു ഇതിൽ നാളത്തെ ഒരു ഇലക്ടോറൽ പോളിറ്റിക്സിൽ ഒരു വളരെ റാഡിക്കലായിട്ടുള്ള ഷിഫ്റ്റ് വരണം. ഇത് ജുഡീഷ്യറിക്ക് അതിൻ്റെ ഇൻഡിപെൻഡൻസ് കൊടുക്കാനും അതേസമയം ജുഡീഷ്യറിയെ റെയിനും ചെയ്യാനുമുള്ള ഒരു സെറ്റ് അക്കൗണ്ടബിൾ ആക്കാനുമുള്ള ഒരു സെറ്റ് ഓഫ് നിയമങ്ങളെ കൊണ്ടുവരാനുള്ള ഫോഴ്സായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാകണം. ആ എക്സിക്യൂട്ടീവ് ഇത് ചെയ്യാൻ പറ്റുന്ന എക്സിക്യൂട്ടീവ് ഉണ്ടാവണം. അല്ല, അതിനൊരു കാരണം ഞാൻ ഡൽഹിയിൽ കേൾക്കാനുള്ളത്, നമ്മുടെ എം പിമാരിലും അസംബ്ലിയിലും മെജോറിറ്റി പ്രൊഫഷൻ ലോയേഴ്സാണ്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പം കപിൽ സിബലിനെ പോലുള്ള ഒരു സീനിയർ ലോയർ കോടതിയിലൊക്കെ ഭയങ്കര ഇത് വെച്ചാൽ അദ്ദേഹം ലോ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം ജഡ്ജിമാരുടെയൊക്കെ മേളിൽ അവരുടെയൊക്കെ പോസ്റ്റിങ് അദ്ദേഹം നിയമിച്ച ജഡ്ജിമാരൊക്കെ മുമ്പിലൊക്കെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതില്ലേ, ആ ഒരു സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലെ ചിദംബരം ഹോം മിനിസ്റ്ററായിരുന്ന ചിദംബരം ഹൈക്കോടതിയിൽ വരുന്നു. അപ്പോൾ ഇത് ഒരു തരം പറഞ്ഞാൽ ഒരു തരം ഇൻബ്രീഡിങ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദ ലീഗൽ സിസ്റ്റം, ആൻഡ് the rest of the politicians overlook it. They said, okay, fine, this is a troubled area, so every handle it. അതൊരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വിക്ടിമാണ് നമ്മളുടെ വൈസ് പ്രസിഡന്റ് ധങ്കർ. അദ്ദേഹം ഒരു ലോയറാണ്. അദ്ദേഹം സ്വന്തം സർക്കാരിനോട് ആലോചിക്കാതെ സ്വന്തമായി ഇംപീച്ച്മെന്റിൽ ചില തീരുമാനങ്ങൾ എടുത്തു. അവിടെയാണ് BJP അദ്ദേഹത്തെ നോട്ടോടുകയും ഉടനെ രാജിവെപ്പിക്കുകയും ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു സിംബയോസിസ് ഞങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് ചില ലോയർ ഫ്രണ്ട്സ് ഉണ്ട്, അവർ തന്നെ നമ്മളോട് ജോക്ക് ചെയ്യാറുണ്ട്, ഇത് നിങ്ങളൊന്നും ആര് വിചാരിച്ചാൽ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇങ്ങനൊരു ഈ അൺസീൻ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയുമായിട്ട് കിടപ്പുണ്ട്. അതല്ലേ എനിക്ക് തോന്നുന്നു അത് അവിടത്തോളം കാലം ചെറിയ ഡിസഗ്രിമെന്റ് ഒരു സിംബിയോസിസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ 47 മുമ്പും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് വക്കീലന്മാരെ തന്നെയായിരുന്നു. ഗാന്ധി ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും ഇവരൊക്കെ നിയമം പഠിച്ച ആൾക്കാരും എപ്പോഴെങ്കിലുമൊക്കെ, നെഹ്റു അല്ലാത്ത ബാക്കി എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നിയമം പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുമാണ്. അതിലൊന്നും സംശയം. അപ്പോൾ ആദ്യത്തെ ലോക്സഭയിൽ എത്ര 60% ആണ്ട് ആൾക്കാർ വക്കീലന്മാരായിരുന്നു, അഭിഭാഷകന്മാരായിരുന്നു. പക്ഷെ ഇന്നത്തെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ കപിൽ സിബലാണെങ്കിലും അഭിഷേക് മനു സിംഗ്വിയാണെങ്കിലും പിന്നെ അരുൺ ജെയ്റ്റ്ലി, മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി, ഇവരൊക്കെ ഒരു കാര്യം എന്താ, രണ്ട് കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് lawyers. They became politicians because they were lawyers. ഇപ്പോൾ കപിൽ സിബലിന് ഒരു നാഷണൽ ഹൗസ് ഹോൾഡ് നെയിം ആവുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാമസ്വാമിനെ ഞാനെപ്പോഴും പറയാനുള്ളത്, ഒരു കറപ്റ്റ് ജഡ്ജിനെ ഡിഫെൻഡ് ചെയ്താണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്കും പാർലമെന്റിലേക്കും വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന എന്നെ സംബന്ധിച്ചോളം ചിരി ഉണ്ടാക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ജൂനിയറോട് തന്നെ ഒരിക്കൽ പറയുണ്ടായി, ഇവൻ കറപ്റ്റ് ജഡ്ജ് നീഡ്സ് എ ഡിഫൻസ് ലോയർ. അതിലെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്, then he's going to get into politics and argue
about other things. അപ്പൊ That's ആ fine. പാർലമെന്റ് അല്ല, ആ പാർലമെന്റിൽ അയാൾ ഇറ്റ് വാസ് എ ബ്രില്യന്റ് സ്പീച്ച് ഹി ഗേവ് ഇൻ ദ പാർലമെന്റ്. Yes, yes. എനിക്ക് ഇറ്റ് വാസ് എ ബ്രില്യന്റ് സ്പീച്ച്. അതിലാണ് ആൾക്കാർ കപിൽ സിബലിനെ നോട്ടീസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോ എം സിംഗ്, അഭിഷേക് മനു സിംഗ്വി, അയാൾ പാർലമെന്റിൽ ഇരിക്കുന്നത് ഈസ് ഓൺലി ഫോർ പവർ. അയാളെ ചേംബറിൽ ഇരുന്നാലും ഒരു ദിവസം 25 to 50 ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ അയാൾക്ക് പാർലമെന്റ് ഒരു ഹോബി മാത്രമാണ്. എനിക്ക് നമ്മളുടെ പല എം പിമാരും കൊച്ചിയിൽ നിന്ന് വന്ന ഒരു എം പി ഇപ്പൊ ഒരു സമയത്ത് പറയുമായിരുന്നു, പാർലമെന്റിൽ മെമ്പറായ പിന്നെ നഷ്ടമാണ്, എനിക്ക് പേഴ്സണലി നഷ്ടമാണ്. കൊച്ചിയിലായിരുന്നെങ്കിൽ എത്രയോ ലക്ഷങ്ങളുടെ കേസ് കിട്ടുമായിരുന്നു, ഇവിടെ അതിനൊന്നും സമയമില്ല. അത് വേറൊന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സൊല്യൂഷൻ, ഇങ്ങനെ ഒരു അന്തർധാര എന്ന് മലയാളത്തിൽ പറയുന്ന സംഘടന നടക്കുന്നോളം കാലം ഇങ്ങനെ തന്നെ അല്ലേ പോകത്തുള്ളൂ. ഇല്ല, ഇത് അതിന്റെ മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അന്തർധാര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും അതിന് മുമ്പ് ഈ കോടതിയിൽ നടക്കുന്ന ഇങ്ങനൊരു കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അപ്പൊ ഈ മന്ത്രിമാര് മാത്രമല്ല, കോടതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, രാം ജേഠ്മലാനി ജീവനോടെ ഇരിക്കുമ്പോൾ സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ എല്ലാ ജഡ്ജന്മാരും അവിടെ സുപ്രീം കോടതി ഇരിക്കുന്ന എല്ലാ ജഡ്ജന്മാരും ഇയാളെടുത്ത് എന്തെങ്കിലും ഒന്ന് സാറിന് പറഞ്ഞ് കുഞ്ഞിന്ന് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇയാള് കോടതി കയറി കഴിഞ്ഞാൽ തന്നെ ആ കോടതിയിലും ഒരു ഡെഫറൻസ് ഉണ്ട്. അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സീനിയോറിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഡെഫറൻസ് വെച്ചിട്ട് തന്നെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലേക്ക് തന്നെ വരുന്നത്. ആൻഡ് ദെൻ ഐ ആൻസർ വാട്ട് യു ആസ്ക്ഡ്. ആ ഡെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് തുഷാർ മേത്ത ഇപ്പൊ കളിക്കുന്നത്. ഇപ്പോ നമ്മളെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് ആക്ച്വലി പൊളിറ്റിക്കൽ ബാറ്റിൽ ഗ്രൗണ്ട്. അപ്പോൾ തുഷാർ മേത്തയുടെ ഇതിലുള്ള എന്താ പറയാ, സോളിസിറ്റർ ജനറൽ ആണ് ഒരുവിധം പഴയ സോളിസിറ്റർ ജനറൽസ് പോലെയൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണലി ദ സോളിസിറ്റർ ജനറൽ or the advocate general are basically officers of the court who represent the government. Here, Tushar Mehta has become an officer of the BJP, not even the Indian government. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിനുപരി ഇയാൾ കോടതി വന്നിട്ട് ഇയാൾ ആദ്യം തന്നെ രാവിലെ തന്നെ എന്തൊക്കെ കേസുണ്ട്, എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിൽ എന്തൊക്കെ വെക്കണം, അതനുസരിച്ചിട്ട് ഇയാൾ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽസിനെ ഡെപ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇയാൾ നേരെ കോടതിയിൽ പോയിട്ട് ജഡ്ജന്മാരെ എന്താ പറയാ ബുൾഡോസ് ചെയ്യുക, ബുള്ളി ചെയ്യുക. ഇയാൾ നിയമമൊന്നുമല്ല പറയുന്നത്, ഇയാൾ ബുള്ളി ചെയ്ത് ഒച്ചയിൽ സംസാരിച്ചിട്ട് കേൾപ്പിക്കുക. അപ്പൊ ഈക്വേഷൻ, അപ്പൊ ഈ സിംബയോസിസ് മാത്രമല്ല, the judiciary and the bar needs to be completely insulated from the executive. ലെജിസ്ലേച്ചർ അല്ല ഞാൻ പറയുന്നത്, എക്സിക്യൂട്ടീവിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. ഈ US ഒക്കെ പോലെ, US ഇപ്പൊ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലില്ല, പക്ഷെ ബിഫോർ ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് വാസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. ദേ കുഡ് ഇൻവെസ്റ്റിഗേറ്റ്, I mean, of course you couldn't take action against the president, but they could investigate anybody regardless of whether the government likes it or not. അതുപോലെ ആയിരിക്കണം ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് രാഷ്ട്രീയ വിധേയത്വമില്ലാത്ത ഇതുപോലെ ലോ ഓഫീസേഴ്സും ജഡ്ജിമാരും പൊതുവെ ജുഡീഷ്യറി ആൻഡ് ബാർ കൗൺസിൽ അവരൊക്കെ ഒരു രാഷ്ട്രീയ വിധേയത്വം, നമ്മൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷെ രാഷ്ട്രീയ വിധേയത്വമല്ല ഇതിനെയൊക്കെ നയിക്കേണ്ടത് എന്നുള്ളൊരു ഒരു വസ്തുതയിലേക്കല്ലേ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാണ്. പക്ഷേ ഇന്നുള്ള ഒരു പ്രശ്നം, വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡ്ജാവണമെങ്കിലോ അല്ല, ഒഫീഷ്യൽസ് ഓഫ് ദ കോർട്ട്, മറ്റേ അഡ്വക്കേറ്റ് ജനറലും സോളിസിറ്ററും അറ്റോർണി ജനറലും ഒക്കെ ഓഫ് കോഴ്സ് ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അവർ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്, അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ അതൊരു സ്റ്റേജ് എത്തിയിരിക്കുന്നത് ആര് ജഡ്ജാവുന്നവരെ ഇവരാണ് തീരുമാനിക്കുന്നത്. അതാണ് ഇതിൽ പേടിയാവുന്ന ഒരു കാര്യം. അപ്പൊ ആര് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആര് ജഡ്ജാവുന്ന ഇവരാണ് തീരുമാനിക്കുന്നത്. ലോവർ കോടതി ജഡ്ജന്മാരെ ഡിസ്മിസ് ചെയ്യാം. അപ്പൊ അവർ ഈ ഹൈക്കോടതി ഹൈക്കോർട്ട് ഇസ് ലൈക്ക് അവരെ കിങ്ഡമാണ്, ആ സ്റ്റേറ്റ് അവരുടെ കിങ്ഡമാണ്. ലോവർ കോടതി അവർ ഹൈക്കോടതി പറയുന്നേ കേൾക്കുള്ളൂ.
ഇത് നടക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പൊ അതാണ്. അപ്പൊ അതായത് നമ്മൾ വിചാരിക്കുന്ന ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നുള്ളത് ഒരു മിഥ്യയായി മാറിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് നമ്മളിപ്പോൾ അയോധ്യയിലെ ഈ ബാർ അസോസിയേഷന്റെ പ്രവർത്തനം കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോബി എഗ്രി ഒന്നോ? എനിക്ക് എഗ്രി ഒരു പറഞ്ഞതിന്റെ ഒരു സാരാംശമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറയുന്നത് ഒരു ചെറിയ ഡിസഗ്രിമെന്റ് ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രവണതയുണ്ട്, മാസ് ജസ്റ്റിസിന്റെ ഒരു പ്രവണത ഇന്ത്യയിൽ എപ്പോഴും ഉണ്ട്. ഇന്ത്യയിലല്ല, എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. അത് വളരെ കെയർഫുൾ ആയിട്ടും വളരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടും സംഘപരിവാർ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് പലപ്പോഴും പോളിറ്റിക്സ് ഇല്ലാതെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതന്നെ കോൺഗ്രസിന്റെ ഭരണത്തിലും അവരും ഉപയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും പറയുന്നില്ല. അല്ല, എല്ലാ പാർട്ടികളും, ഞാൻ പറഞ്ഞ എല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് വഴങ്ങുന്ന ജുഡീഷ്യറിയാണ് എപ്പോഴും ആഗ്രഹിക്കുക. പക്ഷേ ദാറ്റ് ഈസ് വേർ ദ ഡിഫറൻസസ്. ഞാൻ പറഞ്ഞ ആലൂരിനെതിരായിട്ട് ഇവിടെ ഗോവിന്ദസ്വാമിക്കെതിരായിട്ടുള്ള അത് ഒരു കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ സമരമല്ലായിരുന്നു. അത് ജനങ്ങളെ സമരം. ജനങ്ങളെ സമരം ആയതുകൊണ്ട് ഐ നോട്ട് സ്റ്റാമ്പറിംഗ് ഇറ്റ് റൈറ്റ്. അത് ഒരു പ്രശ്നമുള്ള സമരം തന്നെയാണ്. അതിനെ അവിടുത്തെ ബാർ അസോസിയേഷൻ പിന്തുണയ്ക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ്. പക്ഷെ ഇങ്ങനെ പല തെറ്റുകളും സംഭവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിനെ എടുത്തിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഈ തെറ്റിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല, അതാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെൻഡാണ്. ഇത് ജുഡീഷ്യറി മറ്റ് എക്സിക്യൂട്ടീവും ഉൾപ്പെടെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും അതിനെ തടയിടാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മളൊരു നിയമം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാരെ പേര് എടുക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ലോക രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അയാൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ കൊല്ലുന്നു, ജനോസൈഡ്. നാളെ വന്ന് അയാൾ ട്രയലിന് നിർത്തണം, അയാളെ സമ്മറി എക്സിക്യൂഷൻ വേണോ ട്രയലിൽ നിർത്തണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഐ ആം എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. അത് വേറെ. പക്ഷെ ഞാൻ പറയുന്നത് അയാളെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ജസ്റ്റിസ് കിട്ടുക, അയാളെ കോടതിയുടെ മുമ്പിൽ. അപ്പൊ അതാണ് വേണ്ടത്. എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്ത് അയാൾ അങ്ങനത്തെ ആളായി, അത് കാരണം ഞങ്ങൾ ആരും അയാളെ ഡിഫെൻഡ് ആവശ്യമില്ല ഡിഫെൻഡ്. എനിക്ക് തോന്നുന്നു അത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ന്യൂറംബർഗ് ട്രയൽസ് നമ്മളെ വളരെ കൃത്യമായി കാണിച്ചു തന്നതാണ്. അത് ഈയിടെ ഒരു ഫിലിമും വന്നിരുന്നു, ന്യൂറംബർഗ് ഒരു ഫിലിം വന്നിരുന്നു. അത് കണ്ടാൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് അവർ അതിനുവേണ്ടി പബ്ലിക് ട്രയലിന് വേണ്ടി പോയി, എന്തുകൊണ്ട് അത് ഡയലൂട്ട് ചെയ്തെന്നും ആ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നീട് ഡയലൂട്ട് ചെയ്തു പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ കൊലപാതകം നടത്തി അവരെ ഉടനെ വെടിവെച്ച് കൊല്ലുന്ന അല്ല ജസ്റ്റിസ് അല്ലെങ്കിൽ നിയമ വാഴ്ച. അവർക്ക് അവരുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി എല്ലാവരെയും കൺവിൻസ് ചെയ്തുകൊണ്ട് ഇതാണ് അവർ പറയുന്നതും കേൾക്കണം, അവരുടെ ഇതും കേൾക്കണം. പക്ഷെ ആത്യന്തികമായി ന്യായവും നീതിയും ജസ്റ്റിസ് നിലനിൽക്കണം. അതാണ് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു പാഠം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.